ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈസി ആണെന്ന് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ ഈസി ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം. അപ്പോൾ ചിക്കൻ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫുൾ ചിക്കൻ വേണം. അപ്പോൾ ഞാനിത് ഏകദേശം 1 കിലോൻ്റെ അടുത്തുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക, 2 ഭാഗത്ത് കത്തി വെച്ചിട്ട്. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഈ മസാല ഫുള്ളായിട്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലോട്ടും നന്നായിട്ട് തേച്ച് കൊടുക്കണം മസാല. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും മസാല ഉള്ളിലോട്ട് പിടിക്കും. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇനി ചിക്കനിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കണം ഈ മസാല ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാല ഉള്ളിലോട്ടൊക്കെ പിടിക്കും. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഈ ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്ന് നിറച്ച് കൊടുക്കണം. പിന്നെ ഈ മസാലയുടെ കൂടെ 2 കോഴിമുട്ട കൂടി ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു എഗ്ഗേ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. വലിയ ചിക്കനാണെങ്കിൽ ഒരു 2 എഗ്ഗൊക്കെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1 എഗ്ഗ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ സ്പേസ് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഫസ്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് മസാല അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. അത് പ്രശ്നമില്ല, കൈ വെച്ചിട്ടൊന്ന് അകത്തിയിട്ട് തന്നെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഉള്ളിലോട്ട്. പിന്നെ ഉണ്ടാക്കിയ മസാല കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല, പറ്റാവുന്നിടത്തോളം ചേർത്ത് കൊടുക്കുക. ബാക്കി ഇനി നമ്മൾ വേറൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് സവാള വെച്ചിട്ട്. അപ്പോൾ ബാക്കി ഇതുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു തോന്നലുണ്ടാവും ഇനി അതിലോട്ടൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ കൈ വെച്ച് നന്നായിട്ട് ഉള്ളിൽ സ്പേസ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി 1 എഗ്ഗും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിൽ. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ ഹോളാക്കി കൊടുക്കുക. ഹോള് വലുതായി പോകരുത്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു ലെഗ് പീസ് എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ ലെഗ് പീസ് എടുത്തിട്ട് അതും ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മസാല പുറത്ത് വരില്ല.
ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല പുറത്ത് വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതൊന്ന് തുന്നി കൊടുത്താലും മതിയാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി. കുറച്ച് എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതിയാവും. ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാൻ വെച്ചിട്ട് ചിക്കൻ അതിലോട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കർ യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ എല്ലാ ഭാഗത്തും നന്നായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. ഇനി ചിക്കൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് സവാളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാനിത് ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് നെയ്യിൽ വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. പിന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായി കരിഞ്ഞു പോകരുത്. ഇനി ഈ ഓയിലിലോട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ് മാറ്റം വരും. ഇനി ഈ പാനിലോട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 ഭാഗവും ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. 2 ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് പുറത്തൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു മസാല കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, തിരക്ക് പിടിക്കരുത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികമായി പോകരുത്, അപ്പോൾ നല്ല എരിവാവും. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയുടെ ആ കുത്തലൊന്ന് പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന വെള്ളമാണ്. അത് കളയരുത്, അത് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ നിറച്ച് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ചിക്കനിൽ ഉപ്പ് തേച്ചിരുന്നു. അപ്പോൾ ഈ മസാലയിലും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ പാകത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ചിക്കൻ ഇനി നമുക്ക് ഈ മസാലയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ താഴെ നിന്നായിട്ട് ഈ മസാല എടുത്ത് ഈ ചിക്കൻ്റെ മേലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ ചിക്കനും ഈ മസാലയും ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ മൊത്തത്തിൽ അത് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം സൈഡിലുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം ചൂടോട് കൂടിയിട്ട്. പിന്നെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സും സവാളയും ചേർക്കുക. അപ്പോൾ വറുത്ത് വെച്ച നട്ട്സും സവാളയും കൂടി മേലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്